പോകാനായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം കേട്ടോ. ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുവാണ് കേട്ടോ. പോകാൻ സമയമായി. എല്ലാം എടുത്ത് വെച്ചോ? എല്ലാം എടുത്തു വെച്ചു, എല്ലാം എടുത്തു. അയ്യോ പിള്ളേരവിടെ ഓടിക്കളിയാണ് കേട്ടോ. പിള്ളേരുടെ കളി ഇതുവരെ തീർന്നിട്ടില്ല. ചോടയും കളി ഇതുവരെ തീർന്നിട്ടില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടാണ് കേട്ടോ. അതെ ചോദിച്ചു. അപ്പൊ ഇനി ബേബി വരുമ്പോ ഞങ്ങൾ ഓടി വരുന്നതായിരിക്കും. അതെ ജസ്റ്റ് ഒരു ഫോൺ കോൾ മതി ഞങ്ങളോട് പറഞ്ഞെത്തിയിരിക്കും. എല്ലാം സേഫ് ആയിട്ട് ഇരിക്കുക. അതെ പറഞ്ഞു ചേട്ടായി പോവാട്ടോ. ഞങ്ങള് ഇന്നലെ ക്രിക്കറ്റ് ഒക്കെ കളിക്കാൻ പോയിട്ട് ഞാൻ ചേട്ടായുടെ കുറെ ഫ്രണ്ട്സിനെ ഒക്കെ കണ്ടു. സ്റ്റോറി ഒക്കെ ഇട്ടിട്ടുണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. ഡബ്ബയിൽ പോലും ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോകാറില്ല. അതെ നല്ല അടിപൊളി കളിയായിരുന്നു. നല്ല 2 കളി കളിച്ചു അല്ലേ ചേട്ടായി? തകർത്തില്ല നമ്മള്? തകർന്നാനായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. കൈയും കാലിലൊക്കെ ചെറിയ വേദനയുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പം യാത്ര എല്ലാം എടുത്തു വെച്ചില്ലേ നിമിഷ? ഇനിയിപ്പം പ്രത്യേകിച്ച് യാത്ര പറയാനൊന്നും ഇല്ല. മമ്മി എന്തെങ്കിലും പറയുന്നുണ്ടോ? മമ്മി വരാട്ടോ. മമ്മി എടുക്കണം, മമ്മിയുടെ കൂടെ ഇരിക്കണം. അങ്ങോട്ട് ശരിയായില്ല. അവന് പോവാന്ന് മനസ്സിലായോന്നൊരു സംശയമുണ്ട് കേട്ടോ. അതുകൊണ്ട് പപ്പ പോവാട്ടോ. പപ്പയ്ക്ക് എന്നെ പറയാനുള്ളൂ പപ്പ. അതെ തീർച്ചയായിട്ടും. അതെ അപ്പം വേറെ ഒന്നും ഇല്ല. ഞങ്ങളൊന്ന് ഇറങ്ങിക്കോട്ടെ. പെട്ടികളൊക്കെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് വണ്ടി കയറ്റിയാൽ മതി കേട്ടോ. ഓക്കെ ബൈ ബൈ. ശരി. പെട്ടിയെല്ലാം എടുത്തു വെച്ചിട്ടോ. യാത്ര പറയാണോ? പോകാൻ ഇച്ചിരി മടിയുണ്ട്. പിന്നെ ചേട്ടായുടെ കൂടെ ഓടിക്കാച്ചാടി നടക്കുമായിരുന്നു. അച്ഛൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. വിഷമാണോ മിറയ്ക്ക്? ചെറിയൊരു വിഷമം. ബൈ ജോ. ശരി കേട്ടോ. അവൻ വരുമോ ഞങ്ങളോട്? എന്നാ ശരി ജോ. ബൈ കാണാം കേട്ടോ. ബൈ മാമി. ജോ പോവാട്ടോടി. ബൈ. Reeve is coming to our house. Are you happy? Yeah. എന്നാല 4 ദിവസം എങ്ങനെ പോയി? സമയം എനിക്കാണെങ്കിൽ ഒത്തിരി ദിവസമുള്ള പോലെ തോന്നിയായിരുന്നു. ഇപ്പൊ എന്തേ പെട്ടെന്ന് പോയി. രാവിലെ എന്നാ ഹറിബറിയായിരുന്നല്ലേ. എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ. നിങ്ങള് അവന്റെ അടുത്ത് പോവാന്ന് വിചാരിച്ചിട്ട് പോലും ഇതുവരെ പോകാൻ പറ്റിയില്ല. പോണ വഴിക്ക് ഞങ്ങൾ ജസ്റ്റ് അവിടെ ഒന്ന് കേറിയിട്ട് കൂടെ ആയിരിക്കും കേട്ടോ പോകുന്നത്. അവിടെ ഒരു ആവയൊക്കെ ഉണ്ട് അല്ലേ? അതുകൊണ്ട് അവരെ ഒന്ന് പെട്ടെന്ന് കയറി കണ്ടിട്ടും കൂടെ ഞങ്ങൾ പോകത്തുള്ളൂ. വീഡിയോ എടുക്കാൻ പറ്റത്തൊന്നുമില്ലായിരിക്കും. ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞു. അതാണ് ഏറ്റവും ചോദിച്ചു. എന്തുവായിരുന്നു? ചപ്പാത്തി ഉണ്ടായിരുന്നു, പുട്ടുണ്ടായിരുന്നു, മുട്ടക്കറി, ചിക്കൻ കറി ഇല്ലാത്തൊന്നും ഇല്ലായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു. സൂപ്പറാണ് കേട്ടോ. അടിച്ചു പൊളിച്ചു. അല്ല വല്ലഭൻ എന്നെ പറയണേ. ഞങ്ങൾ എന്നെ പറയണേ. നമ്മുടെ ആടിലെ ഡയലോഗ് അല്ല പറഞ്ഞത്. അയ്യോ സാത്താൻ സേവറായിട്ട് വരും കേട്ടോ. മിടുക്കൻ ഗജരാജമുത്ത് ഇതാണോടാ വന്നത്. എന്റെ അമ്മോ സിനിമ ഡയലോഗ് കേട്ടോ. ഭാവിയിലെ ഇതാ അല്ലേ ആക്ടറാ. സാജൻ പതിവ് പോലെ ചായ മിന്നു ഉറങ്ങാൻ സമ്മതിച്ചില്ല അല്ലേ ഞങ്ങള്. മിന്നു നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നോളൂ കേട്ടോ. ഞങ്ങളവരെ ബുദ്ധിമുട്ടിച്ചു. അത് കുഴപ്പമില്ല സാർ. ഞാൻ നിന്നെ പണ്ടേ ബുദ്ധിമുട്ടിക്കാറുള്ള. ഷായിപ്പാപ്പനെ വിളിക്കാനോ? ഷാജിയേട്ടാ.
ഷാജേട്ടാ എന്നോടാ സാജ സംഭവം? ഇത് ചൈനീസ് കടലമിഠായി. ചൈനീസ് കടലമിഠായോ? ഓ ഇത് കൊള്ളാട്ടോ. നീ ചൈനയ്ക്ക് പോയായിരുന്നല്ലേ അടുത്തല്ലേ? നമ്മളോടൊന്നും പറഞ്ഞില്ല കേട്ടോ. ഞാൻ നിന്നോട് പറഞ്ഞ പാക്കേജ് എടുത്തിട്ട് വരാൻ. അത്ര നീ പറഞ്ഞോളൂ, പിന്നെ നീ അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. കൊള്ളാട്ടോ. ചൈനീസ് കടലമിഠായി ഒക്കെ ഓരോ ചൈനീസ് സ്നാക്സ് ആണ്. നമുക്ക് ചൈന ഒന്ന് ആദ്യമായിട്ട് കാണാൻ എക്സ്പ്ലോർ ചെയ്യാൻ നല്ല. നമ്മളങ്ങനെ വയ്യ ഇറങ്ങാനോട്ടോ. സാജ നോക്കട്ടെ. ഓക്കെ, അപ്പൊ സീ നെക്സ്റ്റ് ടൈം. അടുത്ത മാസം വരുമ്പോ കാണാം. എല്ലാ മാസവും വരുമല്ലോ. വെള്ളിയാഴ്ച മിന്നു അപ്പൊ പോയിക്കോട്ടോ. ഓക്കെ, കണ്ടതിൽ സന്തോഷം. അടുത്ത തവണ വരുമ്പം അതെ ഫിലൂസ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഫിലൂട്ടാ അതെ ടാറ്റാ ഫിലൂട്ടാ. പാവയുടെ കാര്യം ഞങ്ങള് പാവ മേടിച്ചോണ്ട് വരാം കേട്ടോ അടുത്ത പ്രാവശ്യം. ഓക്കെ, രണ്ട് പാവ മേടിച്ചോണ്ട് വരാം. സാജന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. പിള്ളേര് പയ്യെ ഉറങ്ങാൻ തുടങ്ങി. രണ്ടുപേരും ഭയങ്കര ഉറക്കാണ്. റീവും നിറയെ അപ്പുറത്ത് കിടന്ന് ഉറങ്ങാണ്. ഇനിയിപ്പോ നമുക്ക് ഇടയ്ക്ക് പെട്രോൾ അടിക്കാൻ നിർത്തണം. എനിക്കോന്നുള്ള ഒരു ടെൻഷൻ. അങ്ങനെ ഒരു ടെൻഷൻ ഞങ്ങൾക്ക് എപ്പോഴും വരാറുണ്ട്. മിക്കപ്പോഴും എഴുന്നേക്കാറുണ്ട് കേട്ടോ. ചിലപ്പോ തന്നെ ഉറങ്ങും. അപ്പം നല്ലൊരു ട്രിപ്പാണ് കേട്ടോ. നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പോയതറിഞ്ഞില്ലല്ലേ നേരത്തെ പറഞ്ഞ പോലെ 5 ദിവസം തകർത്ത് അല്ലേ? തകർത്ത് വാരി നമ്മള് ഇതിന് പോവാണ് കേട്ടോ. പെട്രോൾ അടിക്കാൻ പോവാണ്. അത് കഴിയുമ്പോ നമുക്ക് ഡ്രൈവർ മാറാല്ലേ? ഡ്രൈവർ മാറും. പിന്നെ നിമിഷമാവും ഡ്രൈവ് ചെയ്യുന്നത്. പിന്നെ ഞാൻ നല്ല സുഖമായിട്ട് ഇവിടെ ഇരിക്കും കേട്ടോ. ഒരു 4-4.5 മണിക്കൂർ എനിക്ക് ഇനി സുഖമായിട്ട് ഇരിക്കാം. നിമിഷം ഓടിച്ചോളും, കുഴപ്പമൊന്നുമില്ല. അത് നന്നായിട്ട് ഓടിക്കും കേട്ടോ. ഞങ്ങളങ്ങനെ പെട്രോളൊക്കെ അടിച്ചിട്ട് ചെറിയ ബോട്ടിൽ സോഫ്റ്റ് ഡ്രിങ്ക് ഒക്കെ വാങ്ങിച്ചു കേട്ടോ. സോഡ വേറെ കണ്ടുപിടിച്ച്. പിന്നെ ഒരു കോഫി മേടിച്ചേ. നിമിഷ നീ ഓടിക്കുന്നില്ലേ? ഞാൻ മറന്നുപോയി. ഞാൻ തന്നെ കയറി ഇരുന്നു വണ്ടിയുടെ ഫ്രണ്ടില്. നമ്മളപ്പോ സ്നാക്കായിട്ട് നമ്മുടെ സാജന്റെ അവിടെ നിന്ന് പൊതിഞ്ഞെടുത്ത് അവര് ചൈനയിൽ പോയിട്ട് കൊണ്ടുവന്ന കുറെ നല്ല സ്വീറ്റ്സ് ഒക്കെയാണ് കേട്ടോ. സ്വീറ്റ്സ് അവിടെ നിന്ന് എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ പൊതിഞ്ഞെടുത്ത്. ആണോ? സ്ട്രോബെറി വേണം. വേറെ സാധനം കേട്ടോ. കേട്ടോ കൊള്ളാം. മധുരമാണോ? ഏതോ ഒരു ടേസ്റ്റ് ആണോ. ശരി. റൈസ് നമ്മള് പൊരിപുരോന്ന് ഇരിക്കുമ്പോ അങ്ങനെയല്ല, സോഫ്റ്റ് അപ്പം പോലെയാണ്. അതെ, ഡേറ്റ്സ് പോലത്തെ ഒരു ഫ്രൂട്ട്. അതിനകത്ത് എന്തോ ഒരു അല്ല വാൾനട്ട് സ്റ്റഫ് ചെയ്ത് വെച്ചത്. അങ്ങനെ ഡേറ്റ്സ് ആണോ? ഡേറ്റ്സ് അല്ല അല്ലേ? സത്യം. പാലിന്റെ ഒരു ടേസ്റ്റ്. ഇതിന്റെ അകത്ത് എന്തോ ഒരു സാധനം, മാങ്ങ പോലത്തെ എന്തോ സാധനം. ഞാൻ പറയാൻ വരുമായിരുന്നു മാംഗോ. കളർ കണ്ടിട്ട് അങ്ങനെ. വാട്ട് മിറ സ്ട്രോബെറി ആണ് ഇഷ്ടപ്പെട്ടത്. അറിവ് നല്ല ഉറക്ക കേട്ടോ. അറിവട്ടും ഭയങ്കര ഉറക്ക. മിറ ഇന്നേരം ഉറങ്ങുമായിരുന്നു. പിന്നെ ഏറ്റു നല്ലതാണല്ലോ. ഇത്രയും സാധനങ്ങൾ കണ്ടിട്ടും കണ്ണ് പുറത്തേക്ക് തള്ളാത്ത നിമിഷയുടെ കണ്ണ് പുറത്തേക്ക് തള്ളിയത് കേട്ടോ. കണ്ണ് പുറത്തേക്ക് എന്ത് കണ്ടപ്പോൾ? ഇതാണ് നമ്മുടെ തിരുവനന്തപുരംകാരുടെ ബോളി. പായസം നീ ഉണ്ടാക്കണം കേട്ടോ. പിന്നെ ഉറപ്പല്ലേ, നമുക്ക് ഓണത്തിന് ഇതൊക്കെ വെച്ചിട്ട് നല്ല ഓണം വരുന്നത് ഇരിക്കൊന്നുമില്ല. ഇതെപ്പ തീർന്നു വെച്ചാൽ എന്തിനാ എടീ? ഇത് ഓണത്തിന് തന്നെ കഴിക്കണം. 2-3 പാക്കറ്റ് കൊണ്ടുവരാം. നമുക്ക് ഒരെണ്ണം ഫ്രീസറിനകത്ത് നോക്കി ചായ ഓണത്തിന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. പിന്നെ അതുപോലെ വേറൊരു സാധനം എടുത്ത് ദിൽഖുഷ് വേണമെങ്കിൽ നമുക്ക് അതൊക്കെ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചാലോ? എന്തൊക്കെയാണ് നമുക്ക് മമ്മി തന്നു വിട്ടെന്നുള്ള വീട്ടിൽ ചെന്നിട്ട് കാണിക്കാം. അങ്ങനെ നമ്മൾ ഡ്രൈവറെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. നിമിഷ ഓടിച്ചോളൂ. നീ കൂട്ടണ അതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ടുണ്ട്. ബേബി കള്ളക്കുറുക്ക ഇത്ര നേരം ഉറങ്ങുമായിരുന്നു. പൊന്നും ഉറങ്ങുമായിരുന്നു കേട്ടോ. അവള് എണീറ്റിട്ടുണ്ട്. ഇങ്ങനെ കൂട്ടാ ഹലോ. വീട്ടിൽ എത്തിയിട്ടല്ലേ നമുക്ക് നമ്മുടെ പലഹാരങ്ങൾ മമ്മി പപ്പയും ചാച്ചനും അമ്മയൊക്കെ കൊടുത്തു വിട്ട കുറെ
പലഹാരങ്ങളുണ്ട് കേട്ടോ. എല്ലാം നിങ്ങളെ വഴിയെ കാണിച്ചു തരാം കേട്ടോ. കൊറേ ഒക്കെ അവിടെ വെച്ചിട്ടാണ് പോകുന്നത്. നമ്മളല്ലോ തിന്നേണ്ടത്, ശോശാമയല്ല തിന്നേണ്ടത്. അവളല്ല ഇപ്പൊ ക്യാരി ചെയ്യേണ്ടി മധുരം അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഞങ്ങൾ അവിടെ തന്നെ. അതുപോലെ മമ്മിയുടെ ഫ്രഷ് ചിപ്സും ഒക്കെ ഞാൻ അവിടെ വെച്ചു. കാരണം അവൾക്ക് ഇച്ചിരി ഹെൽത്തി ആയിട്ട് കഴിക്കണ്ടേന്ന് ഓർത്തിട്ട്. ശരിക്കും അമ്മയും ചാച്ചനും കുറെ സാധനങ്ങൾ കൊടുത്തു വിട്ടായിരുന്നു. എന്നാണേലും നമ്മുടെ ഡബ്ബോ റൂട്ടിലേക്ക് കയറിയിട്ടുണ്ട്. ചെറിയ വഴി ആയതുകൊണ്ടോ, കൺട്രി റോഡായി കേട്ടോ. ഇനിയിപ്പോ പയ്യെ എങ്ങനെ ഇതുപോലത്തെ സ്ഥലത്തൂടെ പോയി നമ്മളങ്ങനെ നമ്മുടെ ഡബ്ബോയിലെത്തുവേ. റീവൂട്ടിന്റെ കൈ പിടിക്കുവാണോ? ഗുഡ് ഗേൾ ആട്ടോ. ഹീസ് ബെസ്റ്റ് ഫ്രണ്ട്. ഓക്കെ, ഞങ്ങളപ്പതേ നമ്മളെ പകുതി സ്ഥലത്ത് എത്തിയട്ടോ. ഇനി എങ്ങോട്ടാ നിമിഷ? പാർക്കിൽ പോവാ. ഞങ്ങള് മക്ഡൊണാൾഡ്സിൽ ഒരു കോഫിയും കുറച്ച് നഗറ്റ്സും ചിപ്സും മേടിക്കാൻ കരുതുക. അന്നേരത്തേക്ക് മിറ ഇവിടെ പാർക്ക് ഒരെണ്ണം അടുത്ത് കണ്ടുപിടിച്ചോട്ടോ. ഇനിയിപ്പോ ഇതിൽ കയറാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല. അവിടെ വീക്കുഞ്ഞെന്തേ? ഇവിടെ ഉണ്ടോ എൻ്റെ വാവ? അതിന് പിന്നെ വാശിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലാടോ. മിടുക്കനായിട്ട് ഇരുന്ന് ഇത്രയും നേരം, ഇച്ചിരി നേരം ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പോവാം അല്ലേ? സ്ട്രെച്ച് ചെയ്യാം. ജ്യൂസേ കുറച്ച് ചിപ്സ് കഴിച്ചായിരുന്നു കേട്ടോ ഓൾറെഡി. നിമിഷ പോയേനെ. അങ്ങനെ ഡ്രൈവർ വീണ്ടും മാറിയിട്ടോ. നിമിഷം കുറച്ച് നേരം റിലാക്സ് ചെയ്യാൻ പോവാ. ഞാൻ ഇനി ഡബ്ബോ വരെ ഞാൻ ഓടിച്ചേക്കാട്ടോ നിമിഷം അല്ലേ? ഇനി വേറെ എവിടെയും നമുക്ക് സ്റ്റോപ്പില്ല. പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ എടുത്തെടുത്ത് കൊടുക്കണമെങ്കിൽ പാടാണ്. അവിടെ നിർത്തിയത് നന്നായി കേട്ടോ. കാരണം പിള്ളേർക്ക് ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ പറ്റി അല്ലേ? നമുക്കായാലും ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ പറ്റി. പിന്നെ പിള്ളേർ ഇച്ചിരി ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ നമ്മുടെ വീടെത്തി. റീവൂട്ടാ വെൽക്കം ബാക്ക്. എത്ര നാളെ എന്റെ കൊച്ചുകൂടി ഇല്ലായിരുന്നല്ലേ ഉഷ? നിന്നെ കാണത്തും കൂടി ഇല്ല കേട്ടോ. ലൈറ്റ് എഴുതിട്ടോ, ലൈറ്റ് ഇട്ടോ. ഇപ്പം നിന്നെ കാണാം. എത്ര നാളെയല്ലേ നമ്മുടെ കൊച്ചു വീട്ടിൽ വന്നിട്ട്. പയ്യെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കയറാൻ പോകാൻ കേട്ടോ. കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ ഇച്ചിരി ഇരുട്ടായി പോയെന്നുള്ളൂ. എന്താണ് അത് കുഴപ്പമില്ല, നമുക്ക് തൽക്കാലം ഇവിടെ ഇട്ടിട്ടേ സാധനങ്ങളെല്ലാം എടുത്ത് അകത്തേക്ക് കയറ്റാം. ഒരു ലോഡ് സാധനമുണ്ട് കയറ്റാൻ. ഓക്കെ, റീവൂട്ടൻ നേരെ പ്ലേ റൂമിലേക്ക് കയറിട്ടോ. നിറമോളെ, റീവൂട്ടിന്റെ ടോയ്സ് എല്ലാം ഒന്ന് കാണിച്ചു കൊടുത്തേ. എൻ്റെ കൊച്ചിൻ്റെ ടോയ്സ് എല്ലാം ഇവിടെ ഉണ്ട്. ചേച്ചി കുറച്ചും കൂടെ ബാർബി ഡോൾ ആക്കിയെന്നുള്ളൂ. റീവൂട്ടിൻ്റെ ടോയ്സ് ഒക്കെ ഡാഡി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം തരാം നിനക്ക്. നിന്റെ ടോയ്സ് അല്ലേ ഈ കിടക്കുന്ന മൊത്തം? കണ്ടോ, ഇതെല്ലാം നിന്റെ ടോയ്സാ. കാറ്റ് കൊള്ളുന്നവൻ. ബാറ്ററി ഇല്ല. ഹലോ, എന്താ വേണ്ടേ? ആണോ? അതൊക്കെ നമുക്ക് പിന്നെ പറയാം. ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ ഇതിപ്പം. നെക്സ്റ്റ് മോർണിംഗ് ആണ്. നമ്മൾ ഇന്നലെ വന്ന് കിടന്ന് ഉറങ്ങിയില്ല നിമിഷ? അതെ, ഞങ്ങൾക്ക് ഇന്നലെ ഭയങ്കര എല്ലാവരും ടയേർഡായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് എല്ലാവരും കിടന്ന് ഉറങ്ങി. ചേച്ചി സ്കൂളിൽ പോയി. റീവൂട്ട് നാളെ തൊട്ട് സ്കൂളിൽ പോകും. അതെ, നാളെ തൊട്ടാണ് ഓറിയന്റേഷൻ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. പിന്നെ പയ്യെ അവനും ബാക്ക് ടു അവന്റെ ഡേ കെയറിലേക്ക് പോകും കേട്ടോ. നല്ല പിള്ളേർ എൻഗേജ്ഡ് ഒക്കെ ആയി കളിക്കുമ്പോ അവർക്ക് അത്ര അല്ലെ, ഒത്തിരി നല്ലതാണ് കേട്ടോ. പെട്ടി നമ്മൾ ഇതുവരെ പൊട്ടിച്ചില്ലായിരുന്നു. അപ്പൊ നമുക്ക് പെട്ടി കൂടെ പൊട്ടിച്ചിട്ട് നമ്മുടെ വീഡിയോ അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാം എന്നുള്ള ഒരു പ്ലാനിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അല്ല നിമിഷേ, എന്നൊക്കെ നിമിഷം എന്റെ തൊള്ള ദിൽകുഷ് ഉണ്ട് കേട്ടോ. ദിൽകുഷ്. ആഹാ, അടിപൊളി ദിൽകുഷ്. ഇനി തിരുവനന്തപുരത്തെ ദിൽകുഷ് ഇത് ഓൾറെഡി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പൊട്ടിച്ചായിരുന്നു. പക്ഷെ അവിടുത്തെ നമ്മുടെ അവിടെ ദിൽകുഷിനകത്ത് കുറച്ചുകൂടെ ഓറഞ്ച് കളറാണ്. ഓറഞ്ച് എന്താ പറയാ, അതിനകത്ത് വേറെ എന്തോ ഫില്ലിംഗ് ഒക്കെ ചിലപ്പോ സെയിം ആയിരിക്കും. പക്ഷെ പല സ്ഥലത്തും പലതാന്ന് എനിക്ക് തോന്നുന്നത്. അതെ അല്ലെ, ഇതിനകത്ത് കുറച്ചും കൂടെ വെളുത്ത പഞ്ചസാരയും പിന്നെ എന്താ പറയാ തേങ്ങാപ്പീരയും ഒക്കെയാണ്. നമ്മുടെ അവിടെ കുറച്ചും കൂടി ക്രീം ഉള്ള ഒരു സംഭവമാണ്. ക്രീം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ടേസ്റ്റ് ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെ. നമുക്ക് പായസം കൂടി കഴിക്കാൻ പോളി. പിന്നല്ല,
ഓണം വരെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എന്റെ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ. നമ്മുടെ തിരുവനന്തപുരത്താണ് ഇത് കൂടുതലും സുലഭമായിട്ടുള്ളത്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ബോളി കേട്ടോ. തിരുവനന്തപുരം നമ്മളൊരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ സദ്യക്ക് മസ്റ്റാണ്. സദ്യക്ക് മസ്റ്റാണ് ബോളി. നമുക്കേ നല്ലൊരു പായസം ഉണ്ടാക്കിയിട്ട് ഓണാവാൻ നോക്കിയില്ല. ഓണത്തിന് കഴിക്കാനായിട്ട് ഞങ്ങൾ ഫ്രീസറിൽ കയറ്റി ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് വേണമെങ്കിൽ പയ്യെ പായസം ഉണ്ടാക്കി കഴിച്ചു തുടങ്ങാം. ചീര എന്നറിയൂസിന് ചീര 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 പിന്നെ ചീട തൊടുപുഴ സ്പെഷ്യലാന്ന് തോന്നുന്നു. തൊടുപുഴയിലെ സംഭവമാണ് ചീട. പിന്നെ ഇത് റീവിന് ഭയങ്കര ഇഷ്ടമാണ്. ചിപ്സ് അമ്മച്ചി ഉണ്ടാക്കിയ ചിപ്സ്. പിന്നെ കുഴലപ്പം ടൊമാറ്റോ മുറുക്ക്. അത് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. മുറുക്ക് ഭയങ്കര ഇഷ്ടമാണ്. മിച്ചറ്. അവിടുത്തെ ഭയങ്കര സ്പെഷ്യലാന്ന് പറഞ്ഞ മിച്ചർ. അല്ല മിച്ചറാണ്, അത് അടിപൊളിയാണ്. പിന്നെ മിച്ചർ തന്നെ 2 എണ്ണം ഉണ്ട്. 2 മിച്ചറ്. പിന്നെ മുറുക്ക് പതിവ് പോലെ മിറായിക്ക് ഇഷ്ടമാണ്, ബീവിന് ഇഷ്ടമാട്ടോ മുറുക്ക്. അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ വൈറ്റ് മുറുക്ക് കേട്ടോ. അവന് മിച്ചറും ഇഷ്ടമാണ്. അതെ, ഇത് എന്നാടാവേ എല്ലായിടത്തും കളയാണോ? 3 പാക്കറ്റ് ഉണ്ട്. മിച്ചർ ആർക്കാ? റിവിന് ഇഷ്ടമാണ്. റിവിന് ഭയങ്കര ഇഷ്ടമാണ് മിച്ചർ. പിന്നെ മുറുക്ക്. പിന്നെ ഇത് ഒരു യൂണിബൈക്കിന്റെ ഒരു പൊട്ടറ്റോ ക്രാക്കേഴ്സ് അല്ലേ? റിവി ചിലപ്പോ കഴിക്കുമായിരിക്കും കേട്ടോ. ബ്രൂ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ പൈസ കൊടുത്ത് മേടിച്ചാട്ടോ ബ്രൂ. നമുക്ക് എത്രയൊക്കെ കോഫി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബ്രൂവിന്റെ ഒരു ടേസ്റ്റ്, നമ്മുടെ നാട്ടിൽ ഈ ബ്രൂവിന്റെ ഒരു ടേസ്റ്റ് വേറെ എവിടെയും കിട്ടില്ല കേട്ടോ. അടിപൊളിയാണ്. അതെ അതെ, ബ്രൂവിന്റെ ആള്. എനിക്ക് ഇവിടുത്തെ കോഫി ആണെങ്കിലും ഇഷ്ടമാണ്. എനിക്ക് ബ്രൂ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് അറിയത്തില്ല, ബ്രൂവിന്റെ ആ ഒരു രുചി നമ്മളത് പാലെടുക്കെ ഇട്ട് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അതെ, ഒരു മുറുക്കൂടെ ഉണ്ട് കേട്ടോ. അയ്യോ, മുറുക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇഷ്ടം പോലെ ഫുഡ് കഴിഞ്ഞിടാ തീർന്നുടാ. അത്രേ ഉള്ളൂ, തീർന്നു. കൊള്ളാൻ ഇത്രേ സാധനങ്ങളുണ്ട് കേട്ടോ. സാധനങ്ങളാ. അതെ, തകർത്ത്. പിന്നെ അറിവുടനെ പറയുന്നത് ഹാപ്പി അല്ലേ? റിവൂട്ട് സുഖമായിട്ട്, അവൻ നല്ല സുഖമായിട്ട് ഉറങ്ങി. അല്ല പിന്നെ അവന്റെ ജെറ്റ്ലാഗ് ഒക്കെ പോയിട്ടോ. അവൻ അവിടെ ക്യാൻബറ വെച്ച് തന്നെ അവന്റെ ജെറ്റ്ലാഗ്. കാരണം ഇന്നിപ്പം ഞങ്ങൾ ഇന്നലെ ഉറങ്ങി ഒരു 10 മണിയായപ്പോൾ ഉറങ്ങി, 10:30 ആയപ്പോൾ ഉറങ്ങിയിട്ട് ഇന്നൊരു മിറയേക്കാളും മുമ്പ് റീവേറ്റു. ഒരു 7:30 ആയപ്പോൾ റീവേറ്റു. 7 മണിയായപ്പോൾ റീവേറ്റു. പിന്നെ മിറ അതുപോലെ അതിന്റെ പുറകെ ഹൈഫൈ നമുക്ക് വീഡിയോ ഹൈഫൈ എടുത്തേ. ഒരു ഹൈഫൈ എടുത്തേ ഡാഡിക്ക്. ഞങ്ങളുടെ ഹൈഫൈ കൊട്ടാണ് പാവം അല്ലേ? ഓരോന്നൊക്കെ പറഞ്ഞു വരുന്നോളൂ. പയ്യെ സംസാരിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. കുഞ്ഞു വാക്കുകളൊക്കെ പറയണം. അമ്മ പപ്പ അപ്പപ്പ അമ്മമ്മ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുള്ളൂ. അവന് ഇനി നമുക്ക് അടിപൊളിയായിട്ട് സംസാരിപ്പിച്ചെടുക്കണം അല്ലേ? മൈക്ക് കൊണ്ടുപോയാ? മൈക്ക് കൊണ്ടുപോകും കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുഞ്ഞായിട്ട് വർത്താനം പറഞ്ഞ തുടങ്ങുവാണല്ലോ കള്ളക്കുറുക്ക. ഓക്കെ, എന്നാൽ നിമിഷ നമുക്ക് നമ്മുടെ വീഡിയോ കൂടെ പയ്യങ്ങ് വൈൻഡപ്പ് ചെയ്തേക്കാം. ഇത് ലെങ്ത് വീഡിയോ ആയോന്ന് അറിയത്തില്ല കേട്ടോ. വലിയ വീഡിയോ ആയിരുന്നു നമുക്ക് തോന്നുന്നു, അറിയത്തില്ല. ഏതാണേലും ഇതേ ഞങ്ങളുടെ വീഡിയോ പയ്യെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി താങ്ക് യു കേട്ടോ. അങ്ങനെ നമ്മള് റീവിനെ വിളിക്കാൻ പോകുമ്പോൾ നമുക്കൊരു ടെൻഷൻ ആയിരുന്നു, എങ്ങനെ അവന്റെ ഫ്ലൈറ്റും ഇതൊക്കെ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഓർത്തിട്ടൊരു ഇതായിരുന്നു. ഇവയെല്ലാം നന്നായിട്ട് നടന്നു. എല്ലാം പപ്പയും മമ്മയും നന്നായിട്ട് അവരെ നമ്മുടെ അടുത്ത് കൊണ്ട് ഏൽപ്പിച്ചതാണ്. അവർക്കും ഒരു ആശ്വാസമായി, സന്തോഷമായി. എന്നോട് ചോദിച്ചെടി എങ്ങനെ ഇരിക്കുന്നു, അവൻ നല്ലതായിട്ടിരിക്കുന്നു. അവർക്ക് ഭയങ്കര ഇതായിരുന്നു കേട്ടോ. നന്നായിട്ട് നോക്കി എല്ലാം നന്നായിട്ട്, നമുക്ക് ഭയങ്കര സന്തോഷം. ഇനി നമുക്ക് പയ്യെ നമ്മൾ പുറത്ത് പോവാണ്. പുറത്ത് പോയിട്ട് നമ്മുടെ റീവൂട്ടിന് കുറച്ച് സാധനങ്ങൾ നമുക്ക് മേടിക്കണം, കഴിക്കാനുള്ളതും. തണുപ്പിന് കാലിലൊക്കെ ഇടാനായിട്ട് സോക്സ് ഇടുമെങ്കിലും പുറത്തൊരു അകത്തോടൊരു ചെരുപ്പൂടെയൊക്കെ എനിക്ക് ഷൂസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കണം. ഒരുപാട് സാധനങ്ങൾ നമുക്ക് മേടിക്കാനുണ്ട്. പിന്നെ അവരെ കുറച്ച് ടോയ്സ് ഒക്കെ മേടിക്കണം നമുക്ക്. അവിടെ കുക്കറാണ് കേട്ടോ ചീറ്റിക്കൊണ്ടിരിക്കുന്നത്. നിമിഷ രാവിലെ കുറച്ച് അരി ഇട്ടു. ഇനിയിപ്പോൾ നമുക്ക് ചോറൊക്കെ കൊണ്ടുണ്ടേ. ഇനിയും സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ നല്ല വീഡിയോസ് ആയിട്ട് ഞങ്ങൾ ഇനി വരും. അതെ, റീബൂട്ടിന് എവിടെ പോയി എന്നുള്ള മിസ്സിങ് എല്ലാവർക്കും മാറിയല്ലേ? ഞങ്ങളും ഭയങ്കര ഹാപ്പി ആയിട്ടോ. നമ്മുടെ ഫാമിലി ഇപ്പം കംപ്ലീറ്റ് ആയില്ലേ അല്ലേ? ഇതുവരെ നമ്മളെ സപ്പോർട്ട്, നമ്മുടെ എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കേട്ടോ. പാതി ജീവൻ കൊണ്ട് ദേഹം വാഴ്ത്തു വന്നതോ, மீதி ஜீவன் உன்னை பார்க்கும் போது வந்ததோ, ஏதோ சுகம் உள்ளூருதே, ஏனோ மனம் தள்ளாடுதே, ஏதோ சுகம் உள்ளூருதே, ஏனோ மனம் தள்ளாடுதே.
നമുക്കെന്നാൽ നമ്മുടെ വീഡിയോ കമൻറ്റ് ചെയ്തേക്കാം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. റീബൂട്ടാ അടുത്ത നീ ആട്ടോ ഇനി പറയേണ്ടതാ, സബ്സ്ക്രൈബ് ചെയ്യണമെന്നാ ചേച്ചി അത് കറക്റ്റ് ആയിട്ട് പറയും. അപ്പൊ റീബൂട്ട് എല്ലാവർക്കും ബൈ ബൈ കൊടുത്തേ. ബൈ 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 ബൈ. അപ്പതേ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നിമിഷ